This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ കൂൺഗ്രാമം പദ്ധതി ചെറുപുഴ ഗ്രാമത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗമാകുന്നു. പദ്ധതിയുടെ ഫീൽഡ് തല സന്ദർശനം നടത്തിയ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരാണ് ഇക്കാര്യം അറിയിച്ചത്. മണ്ഡലത്തിലെ ആകെയുള്ള 100 ചെറുകിട യൂണിറ്റുകളിൽ 28 എണ്ണവും ചെറുപുഴ കൃഷിഭവന് കീഴിലാണ്. കൂടാതെ ഒരു വൻകിട യൂണിറ്റ്, പാക്ക് ഹൗസ് എന്നിവയും 3 മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകളും ഒരു പ്രിസർവേഷൻ യൂണിറ്റും പഞ്ചായത്തിൽ സജ്ജമായിട്ടുണ്ട്. വിവിധ യൂണിറ്റുകൾക്കായി 40% മുതൽ 50% വരെ സബ്സിഡി നിരക്കിലാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 30.25 ലക്ഷം രൂപയിൽ 9.65 ലക്ഷം രൂപയും ചെറുപുഴയിലെ പദ്ധതികൾക്കായാണ് ചെലവഴിച്ചത്. കാർഷിക രംഗത്ത് സ്ത്രീകൾക്ക് മികച്ച സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കാൻ ഇതുവഴി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ പയ്യന്നൂർ ബ്ലോക്ക് തലത്തിൽ നടപ്പിലാക്കിയ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 10-20ലധികം സ്മോൾ സ്കെയിൽ യൂണിറ്റും അതുപോലെ തന്നെ ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റ്, ഒരു പ്രിസർവേഷൻ യൂണിറ്റ്, ഒരു പാക്ക് ഹൗസ്, ഇത്രയും പയ്യന്നൂർ ബ്ലോക്കിൽ ഏറ്റവും വിപുലമായ രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്താണ് നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ സജീഷിന്റെ ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 500ഓളം ബെഡുകൾ ഇപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മളെ പഞ്ചായത്തിൽ ഉടനീളം ഈ പദ്ധതിയിൽ എല്ലാം നല്ല സജീവമായിട്ട് നല്ല രീതിയിൽ വിജയിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പോയതിൽ നിന്നും അതുപോലെ തന്നെ ഈ കുംകൃഷി ചെയ്ത കർഷകരുടെ അഭിപ്രായത്തിൽ നിന്നും നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. നമ്മളെ മഷ്റൂം വില്ലേജ് പദ്ധതി നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് ഒരു 100 ബെഡ് നിറയ്ക്കാനുള്ള ഒരു ഇത് നമുക്ക് അതിനുള്ള ഇതില്ലായിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വന്നോണ്ട് നമ്മൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്തു. പിന്നെ ഇതിപ്പോ ഒരു 2-3 പ്രാവശ്യം വളവെടുത്ത ബെഡുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോ ഇത് മാറ്റിയിട്ട് പുതിയ ബെഡ് ഇടാൻ പോയെന്നല്ലേ? അപ്പൊ ഈ 3 പ്രാവശ്യം വളവെടുത്തത് നമുക്ക് വേണ്ട രീതിയിൽ വിൽപ്പന നടത്താൻ പറ്റിയിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ എനിക്ക് വിൽപ്പനയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതായത് നമ്മൾ പ്രാദേശികമായിട്ട് തന്നെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലാണെങ്കിലും ആൾക്കാരെ വിളിക്കും, അപ്പൊ അവർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു കുടുംബിനി എന്നുള്ള രീതിയിൽ ചെറിയ ഇതിന്റെ ഭാഗമായിട്ടൊരു ചെറിയ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലെ? പക്ഷെ ഇനിയിപ്പോ വേനൽക്കാലം ആകുന്ന സമയത്ത് ഉത്പാദനം കുറയും. എങ്ങനെയായാലും അങ്ങനെ ഇത് സ്ഥാപിച്ചത് കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നം ബെഡിനാണെങ്കിലും ഒരു ഇല്ല അങ്ങനെ ദോഷമൊന്നും വന്നിട്ടില്ലല്ലോ. പ്രൊഡക്റ്റ് ഉത്പാദനം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ? നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ മഷ്റൂം വില്ലേജ് കൂൺഗ്രാമം പദ്ധതിയിൽ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടല്ലോ രാജുചേട്ടൻ. ഇതിപ്പോ അത്രമാത്രം പ്രയോജനപ്പെട്ടിട്ടില്ല, ഗുണം ചെയ്തിട്ടുണ്ടോന്നില്ല? ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ ഇപ്പം 2 റൂമിലും കൂടി എത്ര ബെഡ് ഉണ്ടാവും? ഏകദേശം 100 ബെഡ്. അപ്പൊ ഇതിപ്പോ വിളവെടുത്ത് കഴിഞ്ഞതായിരിക്കും അല്ലെ? ഇപ്പൊ 2-3 പ്രാവശ്യം വിളവെടുത്തു അല്ലെ? ഇതിന്റെ സെയിലിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇല്ല അല്ലെ? വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നതല്ലേ? അതെ അല്ലെ? അപ്പൊ അങ്ങനെ വേസ്റ്റ് ആയി പോകുന്നില്ല? ഇല്ല. കൂണും തന്നെ നേരിട്ട് വെക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നം ആക്കുന്നില്ല. അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ മറ്റ് രോഗങ്ങളുടെ പ്രശ്നമൊന്നുമില്ല? ഇല്ല അല്ലേ? ബെഡിന് രോഗങ്ങളുടെ പ്രശ്നമില്ല. ഇതിപ്പോ നമ്മള് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനും കുറെ മുൻപേ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ ഇത് അല്ലെ? കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് മുതൽ ഇതുവരെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? വിൽപ്പന പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അല്ലേ? അപ്പൊ ശരിക്കൊരു നമ്മള് ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഒരു ബ്ലോക്ക് നടപ്പിലാക്കുന്ന ഈ മഷ്റൂം വില്ലേജിന്റെ ഒരു ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ അത് ആ പദ്ധതി അത്ര ഗുണം ചെയ്തൊന്നുമില്ല? നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതല്ലേ? മുമ്പ് നമ്മുടെ കൂണ് എന്റെ ഒരു സുഹൃത്ത് വഴി എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് കൂണില് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഒരു കൂണ് വാങ്ങാൻ തുടങ്ങി. അതിനിടയ്ക്ക് തട്ടമ്പത് വെച്ചൊരു ക്ലാസ് ഉണ്ടായി. കൃഷി വകുപ്പും അടുത്തൊരു ഞാൻ ആ ക്ലാസ് എടുത്തു. അതിൽ പിന്നെയാണ് അമ്മയാണ് തുടങ്ങിയത്. അപ്പൊ അമ്മ വന്ന് ആദ്യം ഒന്നാക്കി അതിന് വിളവെടുക്കാൻ തുടങ്ങിയ പിന്നെ നമുക്കിത് സ്ഥിരം ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി കൂടുതലായിട്ട്. നമ്മൾ സ്വന്തമായിട്ട് ആക്കുമ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റും വരാൻ തുടങ്ങി. നമുക്ക് കൂണില്ലാതെ പറ്റില്ല അതിന്റെ അവസ്ഥയായി. ഇപ്പൊ ഇത് വിൽപ്പന നടത്തുന്നുണ്ടോ? വിൽപ്പന അത്യാവശ്യം വാട്സപ്പിൽ ഇട്ടിട്ട് നടത്തുന്നുണ്ട്. അതിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല?
ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.